ഏതോ ഒരു കല്യാണത്തിന് വെച്ച് കണ്ട ഇവർ സെയിം വൈബാണെന്ന് കരുതി വൈകാതെ തന്നെ കല്യാണം കഴിച്ചു. CCTV നിർമ്മിക്കുന്ന ഒരു കമ്പനി ഉണ്ടെന്ന് പറഞ്ഞാണ് മതി എന്ന ആ പയ്യൻ ഇവളെ കല്യാണം കഴിച്ചത്. കെട്ട് കഴിഞ്ഞ് അടുത്ത 2-3 മാസം ഇവരുടെ ലൈഫ് നല്ല റൊമാൻറ്റിക് മൂഡിൽ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇടയ്ക്ക് വെച്ച് ഇവന്റെ ഒളിച്ചു മാറിയുള്ള ഫോൺ വിളി രമ്യയുടെ ശ്രദ്ധയിൽപ്പെട്ടു. അത് കൂടാതെ 2 പേർക്കുള്ള ഒരു ഹോട്ടൽ ബില്ലും അവന്റെ പോക്കറ്റിൽ നിന്ന് രമ്യക്ക് കിട്ടി. ഇതും കൂടി ആയപ്പോ സംശയം കൂടി അവൾ രാത്രി വണ്ടിയുമെടുത്ത് ചീറിപ്പാഞ്ഞ് പോകുന്നുണ്ടായിരുന്നു അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാൻ വേണ്ടി. അവളിപ്പോ ഓടിച്ചുകൊണ്ട് പോകുന്നത് മതി ഓഫീസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന വണ്ടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവന് കള്ളം പറഞ്ഞ് രക്ഷപ്പെടാൻ സാധിക്കില്ലായിരുന്നു. നിന്നെ ഇടയ്ക്കിടയ്ക്ക് ഫോൺ വിളിക്കുന്നത് ആരാ, സത്യം പറഞ്ഞില്ലെങ്കിൽ ഞാൻ വണ്ടി കൊണ്ടുപോയി ഇടിക്കും എന്നും കൂടി അവൾ പറഞ്ഞപ്പോൾ അവന്റെ വായിൽ നിന്ന് തന്നെ സത്യം പുറത്തേക്ക് വന്നു. ഞാൻ ഒരു മോഷ്ടാവാണെന്നും രാത്രി നീ ഉറങ്ങിക്കഴിഞ്ഞ് എല്ലാ ദിവസവും കക്കാന ഇറങ്ങുമെന്നും അവന്റെ ടീമാണ് അടിക്കടി അവനെ വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന സത്യമൊക്കെ അവളോട് തുറന്നു പറഞ്ഞു അവൻ. രാവിലെ ഓഫീസിലെ പണിയും വൈകിട്ട് മോഷ്ടിക്കുന്നതിന്റെ പ്ലാനും അതൊക്കെയാണ് അവൻ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ്. ഇതെല്ലാം കൂടി കേട്ടപ്പോൾ അവർക്ക് അവനെ ഉപേക്ഷിച്ച് പോകണം എന്നൊരു മൈൻഡ് വന്നിരുന്നു. പക്ഷേ അവനോട് അതിയായ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ അവന്റെ അവസ്ഥ കൂടി കേൾക്കണം എന്നൊരു ചിന്ത രമ്യക്ക് തോന്നി. അവനെ മോഷണങ്ങളൊക്കെ നടത്തിയത് വീട് വയ്ക്കാൻ വേണ്ടി എടുത്ത വലിയൊരു ലോൺ തിരിച്ചടയ്ക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ സ്നേഹിച്ച പെണ്ണിനെ കളയാൻ മനസ്സിലാത്തത് കൊണ്ട് അവളുടെ ഇഷ്ടപ്രകാരം മോഷണമൊക്കെ നിർത്തി ഒരു സാധാരണ ജോലിക്ക് പോവാൻ തുടങ്ങി അവൻ. രമ്യ ഭർത്താവിന്റെ ഈ തീരുമാനത്തിൽ നല്ല ഹാപ്പി ആയിരുന്നു. അവിടെ ചെന്നിരുന്ന് ബോസിന്റെ ചീത്തവിളിയും പട്ടി പണിയൊക്കെ എടുത്തിട്ട് കിട്ടിയതാണെങ്കിൽ മൂക്കിപ്പൊടി വരിക്കുമ്പോൾ തികയാത്ത ശമ്പളവും. പറഞ്ഞ ശമ്പളം കിട്ടാത്തതുകൊണ്ട് അവൻ നേരെ ബോസിന്റെ അടുത്തേക്ക് പോയി കാര്യം ചോദിച്ചു. ഇയാളെന്താ ആദ്യമായിട്ടാണോ ജോലിക്ക് കയറുന്നത്? ശമ്പളത്തിൽ നിന്ന് PF ഗ്രാറ്റുവിറ്റിയൊക്കെ പിടിച്ചിട്ട് ബാക്കിയുള്ളതേ വരുള്ളൂ എന്ന് പുള്ളി പറഞ്ഞപ്പോ അവന്റെ മൈൻഡ് ഔട്ടായി. ഈ ശമ്പളം കൊണ്ട് ലോൺ അടയ്ക്കാനോ ജീവിക്കാനോ തികയില്ല എന്ന് മനസ്സിലാക്കി അവൻ വീണ്ടും മോഷ്ടിക്കാനായി ഇറങ്ങി. പക്ഷെ രമ്യ അവന്റെ പുറകെ ഉണ്ടായിരുന്നു. ഇതിന്റെ അവസാനത്തെ മോഷണമാണ്, ഇത് കിട്ടിയാൽ ലോൺ മൊത്തം അടയ്ക്കാൻ പറ്റും എന്ന് ഭാര്യ പറഞ്ഞ് മനസ്സിലാക്കി അവൻ കൂടെ കൂട്ടി. അവരാ മോഷണം നടത്താൻ തീരുമാനിച്ചത് ഒരു ബാങ്കിലായിരുന്നു. പുറത്തുണ്ടായിരുന്ന എല്ലാ സെക്യൂരിറ്റീസിനെയും മറികടന്ന് അകത്തേക്ക് കയറി പണം മൊത്തം അടിച്ചു മാറ്റി. ഇത്രയും പണം ഒരുമിച്ച് കണ്ട് അവള് അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് ഒരു അലാറം അടിച്ചത്. പക്ഷേ സാധാരണക്കാരിയുടെ രൂപം വെച്ച് പോലീസിന്റെ കയ്യിൽ നിന്ന് അവൾ അവരെ എളുപ്പത്തിൽ രക്ഷപ്പെടുത്തി. അതിനുശേഷം അവളുടെ കോൺഫിഡൻസ് വല്ലാണ്ട് കൂടി. മോഷ്ടിക്കാതെ അവൾക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന അവസ്ഥ വന്നു. ഭർത്താവിനോട് പറഞ്ഞ് കൂട്ടാളികളേക്ക് ഒഴിവാക്കി പിന്നീട് അങ്ങോട്ട് അവർ 2 പേരും കൂടിയായി മോഷണം. എല്ലാ വീടുകളും അവളുടെ സ്വന്തം വീട് എന്ന ഭാവത്തിലാണ് കയറി പോകുന്നത്. ഇവര് മോഷ്ടിക്കുന്നത് കാശിന് വേണ്ടി മാത്രമല്ല, വീടുകളിൽ കയറി എൻജോയ് ചെയ്യാൻ കൂടിയാണ്. പിന്നെ ഇവർക്ക് വൃത്തിയില്ലാതെ കിടക്കുന്ന വീടുകളിൽ മോഷ്ടിക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല. അത് കാരണം ഭർത്താവിനെ കൊണ്ട് അവിടേക്ക് നന്നായി ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടേ അകത്തേക്ക് കയറാറുള്ളൂ. ചില വീടുകളിൽ കയറിയിട്ട് ഇവര് ഡേറ്റിങ്ങും പിന്നെ TV സിനിമകളൊക്കെ കണ്ടിട്ടാണ് തിരിച്ച് പുറത്തേക്ക് ഇറങ്ങി വരുന്നത്. ബിരിയാണി ഉണ്ടാക്കാൻ ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെ എവിടെ ചിക്കൻ വഴിയും കണ്ടാലും ഇവള് ബിരിയാണി ഉണ്ടാക്കും. ബാക്കിയുള്ളത് ആ വീട്ടുകാർക്ക് കഴിക്കാൻ വേണ്ടി ഫ്രിഡ്ജിലും വെക്കും. അങ്ങനെ മോഷണങ്ങൾ നടത്തി ലാസ്റ്റ് വരെ പോലീസ് പിടിക്കും. പക്ഷേ അവർ തമ്മിലുള്ള സ്നേഹവും പിന്നെ അവരുടെ കഥയും കേട്ട ലേഡി കോൺസ്റ്റബിൾ അവരെ വെറുതെ വിട്ടയക്കും. മോഷ്ടിക്കാൻ കയറിയ എല്ലാ വീടുകളിൽ നിന്നും അവരുടെ ബിരിയാണിക്ക് നല്ല അഭിപ്രായം കിട്ടിയോണ്ട് ഒരു ബിരിയാണി കട തന്നെ ഇവർ സ്റ്റാർട്ട് ചെയ്തു.